ഒരു കാലത്ത് ഇസ്രായേലിന്റെ ഏറ്റവും കടുത്ത വിമർശകനായിരുന്നു ഇറാൻ മുൻ പ്രസിഡന്റ് മെഹ്മൂദ് അഹമ്മദിനെജാദ്. എന്നാൽ ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദുമായി അദ്ദേഹം രഹസ്യബന്ധം പുലർത്തുകയും ഇറാന്റെ ഭരണം പിടിച്ചെടുക്കാൻ വിദേശ ശക്തികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുകയും ചെയ്തുവെന്ന ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്നത്. ഇദ്ദേഹത്തെ തങ്ങളുടെ പക്ഷത്താക്കാനും ഇറാന്റെ ഭാവി ഭരണാധികാരിയായി വളർത്തിയെടുക്കാനും മൊസാദ് രഹസ്യ ഓപ്പറേഷൻ നടത്തിയെന്ന നിർണായക വിവരങ്ങളും പുറത്തുവരുന്നു. ന്യൂയോർക്ക് ടൈംസ് ആണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇസ്രായേലുമായി രഹസ്യബന്ധം പുലർത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്ന് അഹമ്മദിനെജാദ് നിലവിൽ IRGCയുടെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ കർശന നിരീക്ഷണത്തിൽ വീട്ടുതടങ്കലിലാണെന്നാണ് റിപ്പോർട്ടുകൾ. മുൻ ഇറാൻ പ്രസിഡന്റ് യഥാർത്ഥത്തിൽ മൊസാദിന്റെ ചാരനായി മാറിയോ? എന്തൊക്കെ ആരോപണങ്ങളാണ്? വിശദമായി അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. തന്റെ ഭരണകാലത്ത് ഇസ്രായേൽ എന്ന രാജ്യത്തെ ലോക ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ഹോളോകോസ്റ്റിനെ പരസ്യമായി തള്ളിപ്പറയുകയും ചെയ്ത തീവ്ര യാഥാസ്ഥിതികനായ നേതാവായിരുന്നു മെഹ്മൂദ് അഹമ്മദിനെജാദ്. അതേ വ്യക്തിയെ ഇറാന്റെ ഭാവി ഭരണാധികാരിയായി വാഴിക്കാനുള്ള രഹസ്യ പദ്ധതികളാണ് മൊസാദ് ആസൂത്രണം ചെയ്തതെന്ന വിവരങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ശത്രുവിനെ മിത്രമാക്കി മാറ്റി ശത്രുരാജ്യത്തിന്റെ ഭരണം തന്നെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ ഈ അതീവ രഹസ്യ ഓപ്പറേഷൻ നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ. 2005 മുതൽ 2013 വരെയുള്ള കാലയളവിൽ ഇറാന്റെ 6ാമത്തെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച അഹമ്മദിനെജാദ് ഒരു കാലത്ത് പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാംനയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്നു. ഇസ്രായേലിന്റെ കടുത്ത എതിർപ്പുകളെ അവഗണിച്ച് ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണവും ആണവ പരീക്ഷണങ്ങളും ശക്തമായി മുന്നോട്ട് നയിച്ചതും അദ്ദേഹമാണ്. മധ്യപൂർവേഷ്യയിൽ ഇസ്രായേലിന്റെ അസ്തിത്വത്തിന് ഭീഷണിയായ ഏറ്റവും വലിയ പ്രതിയോഗിയായാണ് അന്ന് ലോകം അദ്ദേഹത്തെ വീക്ഷിച്ചിരുന്നത്. എന്നാൽ പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ ശേഷം അഹമ്മദിനെജാദ് ഇറാന്റെ പരമോന്നത രാഷ്ട്രീയ നേതൃത്വവുമായി അകന്നു. ഭരണകൂടത്തിലെ അഴിമതിയെയും സാമ്പത്തിക പരാജയങ്ങളെയും അദ്ദേഹം പരസ്യമായി വിമർശിക്കാൻ തുടങ്ങി. ഇതോടെ പിന്നീട് നടന്ന പല പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ നിന്നും ഇറാന്റെ ഗാർഡിയൻ കൗൺസിൽ അദ്ദേഹത്തെ വിലക്കുകയും ചെയ്തു. ഭരണകൂടത്തിന് കടുത്ത ഒരു തലവേദനയായി മാറിയ അദ്ദേഹം ജനകീയ മുഖം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളിലായിരുന്നു. ഇറാന്റെ നിലവിലെ ഭരണ സംവിധാനത്തിന് കീഴിൽ തനിക്കിനി അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ സാധിക്കില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. വിദേശ സഹായത്തോടെ ഭരണം പിടിച്ചെടുക്കാനും തുടർന്ന് അബ്രഹാം ഉടമ്പടി മാതൃകയിൽ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനും അദ്ദേഹം തയ്യാറാണെന്ന് തന്റെ വിശ്വസ്തരോട് പറഞ്ഞതായാണ് സൂചന. വീണ്ടും ഭരണത്തിലെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ഇസ്രായേലുമായി അടുക്കാൻ തുടങ്ങിയതെന്ന് മുൻ ഉപദേഷ്ടാവായ അബ്ദുൽ റസാ ദവാരി സാക്ഷ്യപ്പെടുത്തുന്നു. ഈ രാഷ്ട്രീയ ഭിന്നതയും മുൻ പ്രസിഡന്റിന്റെ ഇറാനിലെ സാധാരണ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനവുമാണ് മൊസാദ് തങ്ങൾക്കനുകൂലമായ അവസരമായി കണ്ടത്. 2024 തുടക്കത്തിൽ ഹംഗറിയിലെ ബുഡാപെസ്റ്റിലുള്ള ലുഡോവിക്ക യൂണിവേഴ്സിറ്റിയുടെ റെക്ടർ ഗർലി ഡെലിക് ഹംഗേറിയൻ സർക്കാരിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനിൽ നിന്ന് അപ്രതീക്ഷിതമായ ഒരു അഭ്യർത്ഥന ലഭിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഒരു സമ്മേളനം സംഘടിപ്പിച്ച് അതിലേക്ക് അഹമ്മദിനെജാദിനെ ക്ഷണിക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ ആ സമ്മേളനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. അതിന്റെ മറവിൽ മുൻ ഇറാൻ പ്രസിഡന്റിനും മൊസാദിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും തമ്മിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്താനായിരുന്നു പദ്ധതി. റെക്ടർ ഗർഗലി ഡെലി ആദ്യം മടിച്ചെങ്കിലും 2 ശത്രു രാജ്യങ്ങൾ തമ്മിൽ സംഭാഷണം നടക്കുന്നത് സമാധാനത്തിന് സഹായകമാകുമെന്ന വിശ്വാസത്തിലാണ് ക്ഷണം അംഗീകരിച്ചതെന്ന് പിന്നീട് വെളിപ്പെടുത്തി. മുൻ മൊസാദ് തലവൻ ഡേവിഡ് ബാർണിയ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ ചർച്ചകളിൽ പങ്കെടുത്തതായാണ് റിപ്പോർട്ടുകളിൽ സൂചന നൽകുന്നത്. ഇതിനു പുറമെ 2023 ഗ്വാട്ടിമാലയിൽ നടന്ന ഒരു പരിസ്ഥിതി കോൺഫറൻസിൽ പങ്കെടുത്തപ്പോഴാണ് ഇസ്രായേൽ ആദ്യമായി അഹമ്മദിനെജാദുമായി ബന്ധം സ്ഥാപിച്ചതെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ കരുതുന്നു. തുടർന്ന് 2025 ജൂണിലും അദ്ദേഹം ബുഡാപെസ്റ്റിലെത്തി രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തി. ഈ യാത്രകളിൽ തന്റെ ഔദ്യോഗിക ഇറാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണ് വെട്ടിച്ച് അദ്ദേഹം മണിക്കൂറുകളോളം അപ്രത്യക്ഷനായിരുന്നു. ഇദ്ദേഹത്തിന്റെ താമസം, യാത്ര എന്നിവയ്ക്കുള്ള ചെലവുകൾ ഇസ്രായേലാണ് വഹിച്ചതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തണമെന്ന അദ്ദേഹത്തിന്റെ തീവ്രമായ ആഗ്രഹത്തെ ഇസ്രായേൽ ചൂഷണം ചെയ്യുകയായിരുന്നു. ഇറാന്റെ നിലവിലെ ഇസ്ലാമിക ഭരണകൂടം തകരുകയാണെങ്കിൽ രാജ്യത്തെ സുസ്ഥിരമായി നയിക്കാൻ പ്രാപ്തിയുള്ള എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുമായി ഒത്തുപോകാൻ തയ്യാറുള്ള ഒരു നേതാവായിട്ടാണ് മൊസാദ് അഹമ്മദിനെജാദിനെ കണ്ടത്. ഇതിനായി ഒരു വലിയ സൈനിക ചാര ഗൂഢാലോചന തന്നെയാണ് അണിയറയിലൊരുങ്ങിയത്. ആയത്തുള്ള അലി ഖാംനയെ വധിക്കുക, ഇറാഖ് അതിർത്തിയിലുള്ള കുർദിഷ് വിമതരെ ആയുധമണിയിച്ച് രാജ്യത്തേക്ക് കടത്തിവിട്ട് അരാജകത്വം സൃഷ്ടിക്കുക എന്നിവയായിരുന്നു ആദ്യഘട്ട പദ്ധതികൾ. ഈ കലാപങ്ങൾക്കിടയിൽ അദ്ദേഹത്തെ അധികാരത്തിലെത്തിക്കാനായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം.
അഹമ്മദിനജാദിന്റെ വക്താവായ അലി അക്ബർ ജവാൻ ഫക്രിന് ഇസ്രായേൽ വലിയ തുകകൾ രഹസ്യമായി കൈമാറിയിരുന്നതായും റിപ്പോർട്ടിൽ ആരോപിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ സംയുക്ത വ്യോമാക്രമണം ആരംഭിച്ചതോടെയാണ് സംഭവങ്ങൾ നാടകീയമായ തലത്തിലേക്ക് നീങ്ങിയത്. അപ്പോഴും ഇറാൻ ഇന്റലിജൻസിന്റെ കർശന നിരീക്ഷണത്തിലായിരുന്നു അഹമ്മദിനജാദ്. ആക്രമണത്തിനിടെ ഇദ്ദേഹത്തെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റാൻ മൊസാദ് ശ്രമിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അദ്ദേഹത്തിന്റെ വസതിക്ക് നേരെ ഇസ്രായേൽ ഒരു പ്രത്യേക വ്യോമാക്രമണം നടത്തിയിരുന്നു. കാവൽ നിന്നിരുന്ന IRGC ഉദ്യോഗസ്ഥരെ വധിക്കാനും അഹമ്മദിനജാദിനെ അവിടെ നിന്ന് മോചിപ്പിക്കാനുമായിരുന്നു ഈ നീക്കം. ആക്രമണത്തിൽ പരിക്കേറ്റെങ്കിലും അദ്ദേഹം രക്ഷപ്പെട്ടു. തുടർന്ന് ചാരന്മാർ അദ്ദേഹത്തെ ഇറാന്റെ ഉള്ളിലുള്ള ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. എന്നാൽ ഈ വലിയ സൈനിക നീക്കങ്ങൾ വിചാരിച്ച പോലെ വിജയിച്ചില്ല. തുടർന്നുണ്ടായ രക്തച്ചൊരിച്ചിലും പദ്ധതികളുടെ തകർച്ചയിലും മനമെടുത്ത അഹമ്മദിനജാദ് പിന്നീട് ഗൂഢാലോചനയിൽ നിന്ന് പിന്മാറാൻ ആഗ്രഹിക്കുകയും സുരക്ഷിത കേന്ദ്രം വിട്ട് പുറത്ത് കടക്കുകയുമായിരുന്നു. കുറച്ചു മാസങ്ങളായി പൊതുവേദിയിൽ കാണാതിരുന്ന അദ്ദേഹം ആയത്തുള്ള അലി ഖാംനയുടെ സംസ്കാര ചടങ്ങുകളിലാണ് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ അതിനു പിന്നാലെ അദ്ദേഹം നടത്തിയ മുഴുവൻ വിദേശ സമ്പർക്കങ്ങളെയും കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ ഇറാൻ ഭരണകൂടത്തിന് ലഭിച്ചു. നിലവിൽ IRGCയുടെ ഇന്റലിജൻസ് വിഭാഗം അദ്ദേഹത്തെ പൂർണ്ണമായും വീട്ടുതടങ്കലിലാക്കിയിരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അഹമ്മദിനജാദിന്റെ ഓഫീസ് കടുത്ത ഭാഷയിൽ ഈ ആരോപണങ്ങൾ നിഷേധിച്ചു. ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് വെറും ഹോളിവുഡ് ശൈലിയിലുള്ള നുണക്കഥകൾ മാത്രമാണെന്നും അതിന് മറുപടി നൽകാൻ പോലും തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രസ്താവന ഇറക്കി. പണം വാങ്ങി വ്യാജ വാർത്തകൾ ചമയ്ക്കുന്ന മാധ്യമമാണതെന്നും മുൻ പ്രസിഡന്റ് തന്റെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി സജീവമായി മുന്നോട്ടു പോവുകയാണെന്നും ഓഫീസ് വ്യക്തമാക്കി. അതേസമയം ഇസ്രായേൽ സർക്കാരോ മൊസാദോ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല.